നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 16 17 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയുകയില്ല. അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യരോട് ഒരു പുതിയ കാര്യം പറയുകയാണ്. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം ആണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പോൾ യേശു പറയുന്നത് മറ്റൊരു കാര്യസ്ഥനെ. താനിവിടെ ഒരു കാര്യസ്ഥനായിട്ട് കഴിഞ്ഞ 3.5 വർഷം ജീവിച്ചു. എന്നാൽ മറ്റൊരു കാര്യസ്ഥൻ എന്നെപ്പോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ മറ്റൊരു കാര്യസ്ഥനായിട്ട് പരിശുദ്ധാത്മാവാ ദൈവം വരും എന്നാണ് യേശു പറയുന്നത്. ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം 3 ആളത്വമുള്ള ഏക ദൈവമാണ്. നമുക്ക് 3 ദൈവമില്ല. എന്നാൽ ഒന്നും പറയരുത്, ഏക എന്നാണ് ബൈബിൾ പറയുന്നത്. ബൈബിളിലെ പഴയ നിയമത്തിലൊക്കെ എഴുതിയിട്ടുള്ളത് യഹോവ ഏകനാകുന്നു. അപ്പോൾ ഏക സത്യദൈവം, അതിൽ 3 ആളത്വമുണ്ട്. ഏക എന്ന് പറയുന്നത് ഒന്നിലേറെ ആളത്വങ്ങൾ ചേരുന്നതിനെയാണ് ഏക എന്ന് പറയുന്നത്. ഭാര്യഭർത്താക്കളെ കുറിച്ച് പറയുന്നത് അവർ മേലാൽ 2 അല്ല, ഏകദേഹം അത്രേ എന്നാണ്. നമുക്കറിയാം, അവരുടെ ശുശ്രൂഷകളിൽ, ആരോഗ്യത്തിൽ, ശബ്ദത്തിൽ, അവരുടെ ശരീരഘടനയിൽ, അവരുടെ കളറിൽ, അവരുടെ എല്ലാത്തിലും മാനസികവും ശാരീരികവും ആത്മീയവുമായ നിലവാരത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ദൈവം യോജിപ്പിച്ച് കഴിയുമ്പോൾ കർത്താവ് പറയുകയാണ്, അവർ മേലാൽ 2 അല്ല, ഏകദേഹം അത്രേ. അതുപോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന ഏക ദൈവമാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം. സാരാംശത്തെ തുല്യതയുള്ള 3 ആളത്വങ്ങളാണ്. സാരാംശത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ 3 ദൈവം എന്ന് പറയേണ്ടി വന്നേനെ. പക്ഷേ പിതാവ് 100% ദൈവം, പുത്രൻ 100% ദൈവം, പരിശുദ്ധാത്മാവ് 100% ദൈവം. അതുകൊണ്ടാണ് ഏക എന്ന് പറയുന്നത്. നേരെ മറിച്ച് പിതാവ് കുറച്ച് കൂടിയ ദൈവവും പുത്രൻ അല്പം കുറഞ്ഞ പരിശുദ്ധാത്മാവും അല്പം കുറഞ്ഞ ദൈവങ്ങളുമായിരുന്നെങ്കിൽ 3 ദൈവം എന്ന് പറയേണ്ടി വരും. പക്ഷെ അങ്ങനെയല്ല, സാരാംശത്ത് തുല്യതയാണ്. ഉദാഹരണം, സർവശക്തി, സർവജ്ഞാനം, സൃഷ്ടികർമ്മം, രക്ഷാകർമ്മം, പരിപാലനം, ന്യായവിധി, അതുപോലെ സർവശക്തി, സർവജ്ഞാനം, സർവ്വവ്യാപകത്വം, നിത്യത്വം, അതുപോലെ സ്നേഹം, നീതി, കരുണ, വിശുദ്ധി. ഇങ്ങനെ ദൈവത്തിൻ്റെ സ്വാഭാവികവും ധാർമ്മികവുമായ ഗുണലക്ഷണങ്ങൾ പിതാവിലും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരുപോലെയാണ്. ആകെ വ്യത്യാസം ശുശ്രൂഷകളിലാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സാരാംശത്തിൽ തുല്യത ഉള്ളവരാണ്. എന്നാൽ 3 വ്യത്യസ്ത ശുശ്രൂഷകളാണ് 3 പേർക്കും. പിതാവ് ലോകത്തെ സ്നേഹിച്ചു, ലോകത്തോട് ക്ഷമിക്കുവാൻ ദയയും മനുഷ്യപ്രീതിയും പിതാവിന് ഉദിച്ചു. പിതാവ് നമ്മെ സ്നേഹിച്ചു. അതാണ് യോഹന്നാൻ സുവിശേഷം 3:16 ബൈബിളിൻ്റെ സാരസംഗ്രഹമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഏകജാതനായ പുത്രനെ തൻ്റെ അടുക്കൽ നിന്ന് ഈ ശപിക്കപ്പെട്ട ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് അയക്കുവാൻ പിതാവിന് പ്രസാദമുണ്ടായി. അതാണ് പിതാവിൻ്റെ പ്രവൃത്തി. പുത്രൻ്റെ പ്രവൃത്തി പിതാവിൻ്റെ അടുക്കൽ നിന്ന് അതിശനായി ജീവിച്ചിരുന്ന, ആരാധന സ്വീകരിച്ച് ജീവിച്ചിരുന്ന ആ അവസ്ഥയിൽ നിന്ന് ഒരു കന്യകയുടെ ഗർഭാശയത്തിലേക്ക് വരിക, ഒരു ചോരക്കുഞ്ഞായി പിറന്നു വീഴുക, ദരിദ്ര പശ്ചാത്തലത്തിൽ
വളരുക. അവസാനം ശിഷ്യന്മാരെ കൂട്ടി യഹൂദന്മാരോട് പിന്നെ ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം ചെന്ന് മനുഷ്യവർഗത്തിന് വേണ്ടി താൻ മനുഷ്യൻ്റെ നരകം അനുഭവിക്കാൻ വന്നിരിക്കുന്ന ആളാണ്. ഞാൻ തന്നെ വഴി സത്യവും ജീവനും, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം, ഞാൻ ജീവൻ്റെ അപ്പം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, ഞാൻ നല്ല ഇടയൻ, ഞാൻ പുനരുത്ഥാനവും ജീവനും. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കണം, എന്നെ അനുഗമിക്കണം, എന്നെ അനുസരിക്കണം. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകും, ഞാൻ ദൈവരാജ്യം സ്ഥാപിക്കും. ഇങ്ങനെ യേശുക്രിസ്തു താൻ ആരായിരുന്നെന്നും താൻ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നെന്നും തുടർന്ന് എന്താണെന്നുമുള്ള കാര്യം യേശു പറഞ്ഞു. പക്ഷേ അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മരണശേഷം, ഉയർപ്പിന് ശേഷം ആളുകൾ കൂട്ടം കൂട്ടമായി മാർച്ച് ചെയ്യുവാൻ യേശുവിൻ്റെ പിന്നാലെ അണിനിരക്കാൻ തയ്യാറായി. ഒപ്പം പരിശുദ്ധാത്മാവ് ഈ കാര്യം ആളുകളെ അറിയിക്കുന്ന കാര്യത്തിൽ വ്യാപരിച്ചു, പ്രവർത്തിച്ചു. അപ്പോൾ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് 3 ആളത്വമുള്ള ഏകദൈവമാണ്. യേശു ഇവിടെ വരുന്നത് വരെ പിതാവിൻ്റെ കാലമായിരുന്നു. യേശു വന്ന് മരിക്കുന്നത് വരെ പുത്രൻ്റെ കാലമാണ്. അതിനുശേഷം പരിശുദ്ധാത്മാവിൻ്റെ കാലമാണ്. പിതാവ് ശരീരം സ്വീകരിക്കാതെ ജീവിക്കുന്നു, പുത്രൻ ശരീരം സ്വീകരിച്ചു, ഇന്നും ശരീരത്തോടെ ജീവിക്കുന്നു. പരിശുദ്ധാത്മാവ് ശരീരം സ്വീകരിക്കാതെ ലോകത്തിലേക്ക് അദൃശ്യനായിട്ട് വന്നു. യേശു പറയുകയാണ്, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന് മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് അയക്കും എന്ന് പറയുകയാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് ശരീരം സ്വീകരിക്കാതെ അദൃശ്യനായി വരുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് ശക്തിയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ധാരാളം സഭകളും വ്യക്തികളും ഒക്കെയുണ്ട്. ദൈവത്വത്തിൽ 2 വ്യക്തിയും ഒരു ശക്തിയാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയല്ല, ദൈവത്വത്തിൽ 3 വ്യക്തികളാണുള്ളത്. പിതാവ് ശരീരം സ്വീകരിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് പിതാവ് ശക്തിയാണെന്ന് പറയാൻ സാധിക്കുമോ? ശരീരമല്ല ആൾക്ക് വ്യക്തിത്വം നൽകുന്നത്, ബുദ്ധി, ഇച്ഛയും വികാരവുമാണ്. പിതാവിന് ബുദ്ധി, ഇച്ഛയും വികാരവുമുണ്ട്, അത് വ്യക്തിത്വമുണ്ട്. പുത്രനും അങ്ങനെ തന്നെ, പരിശുദ്ധാത്മാവിനും അങ്ങനെ തന്നെ. ഇപ്പോൾ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവൻ്റെ ശരീരം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് അവന് വ്യക്തിത്വം ഇല്ലാതെയാകുന്നുണ്ടോ? ഇല്ല. ബുദ്ധിയോടും ഇച്ഛയോടും വികാരത്തോടും കൂടെ ഒന്ന് സ്വർഗത്തിലോ അല്ലോ നരകത്തിലോ അവർ മാറ്റപ്പെടുകയാണ്. അതുപോലെ ദൈവത്വത്തിലെ 3 ആളത്വങ്ങൾ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അതിൽ പുത്രൻ മാത്രം ശരീരം സ്വീകരിച്ചു, കാരണം ആ ശരീരത്തിൽ നമ്മുടെ ശിക്ഷ അനുഭവിക്കാൻ. യേശു പറയുകയാണ്, മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് കൂട്ടിക്കേണ്ടതിന് അയച്ചുതരും. തൊട്ടു താഴെ യേശു പറയുകയാണ്, 17-ാം വാക്യം, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകിയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അവനെ എന്നാണ് പറയുന്നത്. യേശുവിനെ സംബന്ധിച്ചും പുല്ലിംഗത്തിലാണ്, പിതാവിനെ സംബന്ധിച്ചും പുത്രനെ സംബന്ധിച്ചും പുല്ലിംഗത്തിലാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ചും അങ്ങനെ തന്നെയാണ്. ഈ തർജ്ജമയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. തമിഴ്നാട്ടിലൊക്കെ അല്ലെങ്കിൽ തമിഴ് ഭാഷയിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് ആവിയാനവർ എന്നാണ്. അപ്പം അതിനകത്ത് ആ പുല്ലിംഗം വ്യക്തമാണ്. പക്ഷേ മലയാളത്തിൽ ഈ പരിശുദ്ധാത്മാവെന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് കൊണ്ട് ശക്തി എന്ന ആളുകൾ വിചാരിച്ചു പോകും. പക്ഷേ ശരിയായി തർജ്ജമ ചെയ്യേണ്ടിയിരുന്നത് പരിശുദ്ധാത്മാവായവൻ എന്നാണ്. യേശു പറയുകയാണ്, അവൻ നിങ്ങളിൽ വസിക്കുന്നു ഇപ്പോൾ തന്നെ. ശരിയാണ്, യേശുവിൻ്റെ ശിഷ്യന്മാർ സർവ്വവ്യാപിയായ പരിശുദ്ധാത്മാവിനാലാണ് പോയി സുവിശേഷമൊക്കെ അറിയിച്ചത്. കാരണം യേശു പറഞ്ഞു, നിങ്ങളെ പിടിക്കുകയും ബന്ധിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയോ എന്തോ ഉത്തരവ് പറയണമെന്ന് വിചാരപ്പെടേണ്ട, തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകും. ആ പരിശുദ്ധാത്മാവ് വിരോധികൾക്ക് എതിർ പറയാൻ പറ്റാത്ത ജ്ഞാനവും വാക്കും നിങ്ങൾക്ക് നൽകും. അപ്പോൾ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവ് ശുശ്രൂഷ ഏറ്റെടുക്കാനായിട്ട് സ്വർഗത്തിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ സർവ്വവ്യാപിയായ പരിശുദ്ധാത്മാവിനാലാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, അവൻ നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് നിങ്ങളവനെ അറിയുന്നു, ലോകം അവനെ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ബൈബിൾ വെളിപ്പെടുത്തുന്ന ആ ദൈവപരിജ്ഞാനം ദൈവർക്ക് നൽകട്ടെ. പിതാവ് നമ്മെ സ്നേഹിച്ചതുപോലെ പുത്രൻ നമ്മെ സ്നേഹിച്ചു, പരിശുദ്ധാത്മാവ് നമ്മെ സ്നേഹിച്ചുകൊണ്ട് ഇന്ന് ഈ ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു.
തൻ്റെ സഭയെ, യേശുവിൻ്റെ സഭയെ ഒരുക്കി പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുചെല്ലുന്നത് വരെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.